ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് 2 സിമ്പിൾ കറികളുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന എന്നാൽ വളരെ ടേസ്റ്റിയുമായിട്ടുള്ള 2 കറികളാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ഉള്ളിപ്പുളിയാണ്. അപ്പോൾ അതിനായിട്ടൊരു 10-30 ഉള്ളി വലിയ കഷ്ണങ്ങളായിട്ട് തന്നെയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് കേട്ടോ. ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ടൊരു ചട്ടി അടുപ്പിൽ വെച്ച് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്തൊന്ന് കളറൊന്ന് മാറി വരണം, ഒത്തിരി ഒന്നും മൂക്കണ്ട. കുറച്ചൊന്ന് കളർ മാറി വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളിയും കുറച്ചൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് അങ്ങ് മൂക്കേണ്ട കാര്യമില്ല, കുറച്ചൊന്ന് വെന്ത് കിട്ടണം, അത്രയേ ഉള്ളൂ. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. കളറൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഞാനൊന്ന് അറ്റം ഒന്ന് പിളർന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 6 പച്ചമുളക്, വലിയ പച്ചമുളക് എടുത്തിരിക്കും. നമ്മളിതിനകത്ത് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, അധികം മസാലകളൊന്നും തന്നെ ഇതിൽ ചേർക്കുന്നില്ല. അപ്പോൾ അതിന് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കറിവേപ്പിലയും പച്ചമുളകും ഉള്ളിയെല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് വാടി വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കായപ്പൊടി, കായം ഉണ്ടല്ലോ, കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. എല്ലാം കൂടെ ആ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ ഉള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ മുകളിൽ നിൽക്കത്തക്ക വിധത്തിൽ പുളിവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കണം. മൂടി വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ 2-3 മിനിറ്റ് ഞാൻ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല തിള വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി കുറച്ചും കൂടെ ഒന്ന് വറ്റാനുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇനി ഇത് അടച്ച് വെച്ച് കൊടുക്കണമെന്നൊന്നുമില്ല, ഇങ്ങനെ തുറന്ന് വെച്ച് തന്നെ നമുക്കിത് തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഇതിലേക്ക് ഞാനൊരു 2 ടീസ്പൂൺ ശർക്കരപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പൊടിയില്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു കഷ്ണം ശർക്കര ഇട്ട് കൊടുത്താലും മതി. അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്നുകൂടി ഇതൊന്ന് വേണമെങ്കിൽ മൂടി വെച്ച് കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട്. കറിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്കൊരു താളിപ്പാണ് കേട്ടോ. അപ്പോൾ താളിക്കാനായിട്ടൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി അതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ഉലുവയാണ്. ഉലുവയൊന്ന് പൊട്ടി വരട്ടെ. ഉലുവയൊന്ന് പൊട്ടി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം. ഉഴുന്ന് പരിപ്പും കളറൊക്കെ മാറി ഒന്ന് ബ്രൗൺ കളർ ആവണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 2-3 ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. മുളകും കളറൊക്കെ ഒന്ന് മാറി ഒന്ന് മൂത്ത് വരണം. മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. മുളകൊന്ന് മൂത്ത് വരട്ടെ. മുളകിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി കറിവേപ്പിലയും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് കറിവേപ്പിലയും കൂടെ ഒന്ന് മൂത്ത് കിട്ടുന്ന സമയത്ത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ വളരെ സിമ്പിളായിട്ട് ഉള്ള അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റുള്ള ഒരു ഉള്ളിപ്പുളിയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണിത്. ഇനി അടുത്തതായിട്ട് ഞാൻ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് ഒരു മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ. അച്ചിങ്ങ കൊണ്ടുള്ള മെഴുക്ക് പുരട്ടി. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 1/2 കിലോ അച്ചിങ്ങ പയർ
നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ മെഴുക്കുരട്ടി കണ്ടാൽ അറിയാമല്ലോ, നല്ല അടിപൊളി ടേസ്റ്റിലുള്ള മെഴുക്കുരട്ടിയാണ്. ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു മെഴുക്കുരട്ടിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. എണ്ണയൊന്ന് ചൂടായി വരട്ടെ. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് തേങ്ങാക്കൊത്താണ് കേട്ടോ. കടുക് നന്നായിട്ട് പൊട്ടി വരട്ടെ. കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തൊന്ന് മൂത്ത് കിട്ടണം, ഒരുപാട് അങ്ങ് മൂക്കണ്ട, കുറച്ച് കളറൊക്കെ ഒന്ന് മാറി വരണം, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഉണക്കമുളക് കൂടെ ചേർത്ത് കൊടുക്കുക. തേങ്ങാക്കൊത്തും മുളകും ഒക്കെ ഒന്ന് ആ എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വരണം. ആ സമയത്ത് നമുക്കൊരു ചെറിയ സവാളയും കുറച്ച് ചെറിയ ഉള്ളിയും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ഉള്ളി മാത്രമാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. പക്ഷെ ഞാനിവിടെ ചെറിയ ഉള്ളിയും വലിയ ഉള്ളി രണ്ടും കൂടെ ചേർന്നാണ് എടുത്തിരിക്കുന്നത്. ആ ഉള്ളി ആ എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് വരണം. മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർക്കാനുണ്ട്. ആദ്യം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുളക് ചതച്ചത് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പയർ ചേർത്ത് കൊടുക്കാം. 1/2 കിലോ പയറുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അരപ്പ് ഈ പയറിലൊക്കെ ഒന്ന് പിടിക്കണം, ആ രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മളിതിലേക്ക് ഒരു ലേശം വെള്ളം ഒഴിക്കുന്നുള്ളൂ കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഒരുപാട് വേണ്ട, കുറച്ച് വെള്ളം മതി. ഇതും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കി, അതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത്. അപ്പം പയറൊക്കെ വെന്ത് വന്നിട്ടുണ്ട്, എന്നാലും കുറച്ച് നേരം കൂടി ഇരിക്കട്ടെ. കുറച്ചും കൂടെ ഒന്ന് വേണം, അപ്പോൾ ഒന്നും കൂടെ ഒന്ന് വേകാനുണ്ട്. അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. പിന്നെയും ഒരു 2-3 മിനിറ്റ് കൂടെ കഴിഞ്ഞ് നമ്മുടെ പയറിൻ്റെ കളറൊക്കെ മാറി റെഡിയായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു മെഴുക്കുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പച്ച ചോറിൻ്റെ കൂടെ, ചൂട് ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെഴുക്കുരട്ടിയാണ് ഇവിടെ തയ്യാറായിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ 2 വിഭവങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.